ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം. അങ്ങനെ പൗലോസ് അവരുടെ നടുവിൽ നിന്ന് പോയി. ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ അരയോപഗസ്ഥാനിയായ ദിവന്നാസ്യോസും ദമരീസ് എന്നു പേരുള്ള ഒരു സ്ത്രീയും മറ്റ് ചിലരും ഉണ്ടായിരുന്നു. പരിശുദ്ധനായ അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ മിഷണറി ജേർണിയെക്കുറിച്ച്, മിഷണറി യാത്രയെക്കുറിച്ച് പറയുന്നതായ ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അരയോപഗയിൽ അദ്ദേഹം വരുന്ന അവസരത്തിൽ അരയോപഗയിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശം, പ്രസംഗം കേട്ട് വിശ്വസിച്ച ആളുകളുടെ കാര്യത്തെക്കുറിച്ചാണ് കേട്ടത്. അഭിവന്യ ഗ്രിഗോറിയോസ് തിരുമേനി, അഭിവന്യ തിമോത്തിയോസ് തിരുമേനി, അഭിവന്യ സെവോറിയോസ് തിരുമേനി, വന്യ റമ്പാച്ചന്മാരെ, വന്യ കോറപ്പിസ്കോപ്പമാരെ, വന്യ വൈദികരെ, ശമാശന്മാരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഈ പരിശുദ്ധ ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന 2 പുണ്യവാന്മാരായ പിതാക്കന്മാരുണ്ട്. ആ കബറിടം പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനിയുടെയാണ്. അനേകർ പ്രാർത്ഥനയോടെ വന്ന് മധ്യസ്ഥത യാചിക്കുന്ന ഒരു പിതാവാണ് പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ ബാവ തിരുമേനി. അദ്ദേഹം 3 വർഷത്തിൽ താഴെ മാത്രമേ കാതോലിക്ക സ്ഥാനത്ത് ആയിരുന്നുള്ളൂ. അതേ സമയത്ത് തന്നെ മലങ്കര സഭയുടെ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ സഭയെ നയിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടയാളായിരുന്നു അദ്ദേഹം. പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി മലങ്കര മെത്രാപ്പൊലീത്ത ആയിരിക്കുമ്പോഴാണ് 1925 മുതൽ 28 വരെയുള്ളതായ കാലഘട്ടത്തിൽ പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ ബാവ തിരുമേനി മലങ്കര സഭയുടെ കാതോലിക്കയാവുന്നത്. അതേപോലെ തന്നെ വളരെ കുറച്ച് കാലം മാത്രം മെത്രാപ്പൊലീത്തയായിരുന്ന 2005 മുതൽ 2007 വരെ മാത്രം മെത്രാപ്പൊലീത്തയായിരുന്ന ആളാണ് ഇന്ന് നാം സ്മരിക്കുന്ന ഔഗേൻ ദിവന്നാസ്യോസ് തിരുമേനി, ഔഗേൻമാർ ദിവന്നാസ്യോസ് തിരുമേനി. ദിവന്നാസ്യോസ് തിരുമേനി പഴയ സെമിനാരിയിൽ പഠിക്കുന്ന അവസരത്തിൽ എൻ്റെ 1 വർഷം സീനിയറായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ചില വൈദികരൊക്കെ ഇവിടെയുണ്ട്. 1 വർഷം സീനിയറായി ഞങ്ങളോടൊപ്പം വൈദിക സെമിനാരിയിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ശമാശനായി, വൈദികനായി, റംബാനായി 16 വർഷത്തോളം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ, വട്ടക്കുന്നിലെ ബാവ തിരുമേനിയുടെ സെക്രട്ടറിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ ബാവ തിരുമേനി അദ്ദേഹത്തെ ഔഗേൻ എന്നുള്ള പേരിൽ റംബാൻ സ്ഥാനത്തേക്ക് ഉയർത്തി. മലങ്കര സഭയുടെ അനേക വൈദികർക്ക് അദ്ദേഹം മാർഗദർശിയായിട്ടുണ്ട്, ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കുവാൻ അനേകർക്ക് സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ വട്ടക്കുന്നിലെ ബാവ തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഭംഗിയായി സഭയെ നയിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ കൈത്താങ്ങലും സഭയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ചു. പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ ബാവ തിരുമേനിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നതായ ഈ ദേവാലയത്തെ പുനരുദ്ധരിക്കുവാനും ഈ സ്ഥാപനത്തെ പുനരുദ്ധരിക്കുവാനും ഒക്കെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. അതേപോലെ തന്നെ ചുരുങ്ങിയ കാലമാണെങ്കിലും ഇടുക്കി ഭദ്രാസനത്തിലെ നമുക്കറിയാവുന്നതുപോലെ അവികസിത ഭദ്രാസനമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ പോയി സേവനമനുഷ്ഠിക്കുകയും 10-17 പള്ളികളുടെ നിർമ്മാണത്തിന് വേണ്ടുന്ന അടിസ്ഥാനമിടുകയും ആ ഭദ്രാസനത്തിൻ്റെ ഇന്നത്തെ മുഖത്തിന് അടിസ്ഥാനമിടുവാൻ തക്കവണ്ണം ചുരുങ്ങിയ കാലം കൊണ്ട് പ്രവർത്തിക്കുവാൻ അഭിമന്യ തിരുമേനിക്ക് സാധിച്ചു. ഈ വന്യപിതാവിൻ്റെ ഓർമ്മ വാഴ്വിനും അനുഗ്രഹത്തിനുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ദിവന്നാസ്യോസ് തിരുമേനി
ഔഗേന്മാർ ദിവന്നാസ്യോസ് തിരുമേനി. ഈ ദിവന്നാസ്യോസ് എന്ന പദത്തെക്കുറിച്ച്, ദിവന്നാസ്യോസ് എന്ന നാമത്തെക്കുറിച്ച് നിങ്ങളും ഒന്നിച്ച് 2-3 കാര്യങ്ങൾ ഈ സന്ധ്യയിൽ ചിന്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടുന്നതായ ഭാഗമായിട്ടാണ് ഞാൻ ഈ വേദഭാഗം വായിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം പൗലോസിൻ്റെ ഉപദേശത്തോട് ചേർന്ന് വിശ്വസിച്ച് അവരിൽ അരയോപഗസ്ഥാനിയായ ദിവന്നാസ്യോസ് എന്നു പേരുള്ള ആളുണ്ടായിരുന്നു. അങ്ങനെയാണ് വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് ഈ ദിവന്നാസ്യോസിനെ കുറിച്ച് പരാമർശിക്കുന്നത്. വാസ്തവത്തിൽ ഈ ദിവന്നാസ്യോസ് എന്നുള്ള പേര് വളരെ കോൺട്രവേഴ്സ്യലായിട്ട് വന്നിട്ടുള്ള ഒരു പേരാണ്. നമ്മളുടെ നാട്ടിൽ ആ പേര് വന്നു. നമ്മളുടെ സഭയിലെ മെത്രാപ്പൊലിത്തൻ, അതായത് മലങ്കര മെത്രാപ്പൊലിത്തയുടെയൊക്കെ നാമമായി ദിവന്നാസ്യോസ് എന്നുള്ള പേര് വന്നു. ഈ ദിവന്നാസ്യോസിനെ സഭയിൽ ഇങ്ങനെ കക്ഷിവഴക്കൊക്കെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഒരു ആക്ഷേപിക്കുന്ന പേരായിട്ട് പോലും ദിവന്നാസ്യോസ് എന്ന പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ദിവന്നാസ്യോസ് എന്ന് പറയുന്ന പേര് ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു ദേവൻ്റെ പേരാണ്. ഹെർക്കുലീസ്, യൂപ്പിറ്റർ എന്നൊക്കെ പറയുന്ന, അപ്പോളോ എന്നൊക്കെ പറയുന്നത് പോലെ ഗ്രീക്ക് മിത്തോളജിയിൽ ദേവന്മാരുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള മിത്തോളജിയിൽ ഈ വായു ഭഗവാനും വരുണ ദേവനും സൂര്യഭഗവാനും ഒക്കെ ഉള്ളതുപോലെ ഗ്രീക്ക് മിത്തോളജിയിലും ഓരോ കാര്യങ്ങൾക്കായിട്ട് ദേവന്മാരുണ്ട്. ആ ദേവന്മാരുടെ കൂട്ടത്തിൽ ശക്തിയുടെ ദേവനുണ്ട്, സ്പോർട്സിൻ്റെ ദേവനുണ്ട്, അതേപോലെ തന്നെ മഴ പെയ്യിക്കുന്ന ദേവനുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സമ്പൽ സമൃദ്ധിയുടെ ദേവനായിട്ട് കണക്കാക്കിയിരുന്നയാളാണ് ദിവന്നാസ്യോസ്. അതുമാത്രമല്ല, മുന്തിരി കർഷകരുടെ, മുന്തിരിത്തോട്ടത്തിൻ്റെ കാവൽപിതാവായിട്ട് വൈൻ ഉണ്ടാക്കുന്ന ആളുകളുടെ, വൈൻ കുടിക്കുന്നവരുടെ ആകാം, വൈൻ ഉണ്ടാക്കുന്ന ആളുകളുടെ ദേവനായിട്ട് കണക്കാക്കുന്ന ആളായിരുന്നു ദിവന്നാസ്യോസ് എന്നുള്ള പേര്. അതുകൊണ്ട് അത് മദ്യപന്മാരുടെ ദേവനാണ്, ആ പേരാണ് കിട്ടിയിരിക്കുന്നത് ഈ മെത്രാച്ചനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പലരെയും കളിയാക്കാറുണ്ട്. പല അവസരങ്ങളിലും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അല്ല എൻ്റെ പരാമർശന വിഷയം. ദിവന്നാസ്യോസ് എന്നുള്ള പേര് ആദ്യമായിട്ട് നാം വേദപുസ്തകത്തിൽ കേൾക്കുന്നത് ഈ അരേബ്യയിലെ ദിവന്നാസ്യോസിനെ കുറിച്ചാണ്. പൗലോസ്ലീഹ 2ാമത്തെ മിഷണറി യാത്രയിലാണ് അഥേനയിൽ ചെല്ലുന്നത്. ഏഥൻസ് വളരെ സമ്പൽ സമൃദ്ധമായൊരു പ്രദേശമായിരുന്നു. ഗ്രീസിലായിരുന്നു അതുണ്ടായിരുന്നത്. പൗലോസ് ഈ മിഷണറി യാത്ര നടത്തുമ്പോൾ അവിടെ ചെല്ലുന്നു. എല്ലാവരെയും, വിജാതികളെയൊക്കെ സുവിശേഷം അറിയിച്ചുകൊണ്ട് പൗലോസ്ലീഹ പോകുന്നത്. അപ്പോൾ ഒരിടത്തുനിന്ന് എതിർപ്പുണ്ടാകുമ്പോൾ അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. തെസ്സലോനിക്കായിൽ പോയി, കൊരിന്തിൽ പോയി, എഫേസോസിലേക്ക് അദ്ദേഹം വരികയാണ്. അവിടെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അഥേനയിലേക്ക് വരുന്നു. അഥേനയിലേക്ക് വരുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ കുറേ പേര് സ്വീകരിക്കുന്നു. അവിടെ അദ്ദേഹം വന്ന് ഇവരുമായിട്ടുള്ള സംവാദത്തിലൊക്കെ ഏർപ്പെടുക. അവിടെ വെച്ച് ഒരത്ഭുതം, ഒരു പ്രത്യേക സംഗതി പൗലോസ്ലീഹ പറയുന്നുണ്ട്. അദ്ദേഹം ഈ അരയോപഗ കുന്നിലേക്ക് കയറി ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ കുറേ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു. അതിൻ്റെ മുമ്പിലൊക്കെ പൂജകൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ചുറ്റി നടന്ന് നോക്കുമ്പോൾ ഒരു ദേവന്റെ പേര് അതിനകത്ത് എഴുതിയിട്ടില്ല. ഒരു അജ്ഞാത ദേവനാണ്. പൗലോസ്ലീഹ അവിടെ പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങുന്നത്, ഞാൻ നിങ്ങളുടെ കുന്നിൽ പോയി ഈ ദേവന്മാരെയൊക്കെ കണ്ട് പരിശോധിച്ചപ്പോൾ അവിടെ ഒരു ദേവനെ കാണുന്നു, അദ്ദേഹത്തിൻ്റെ പേരെഴുതിയിട്ടില്ല, അജ്ഞാത ദേവൻ. ആ അജ്ഞാത ദേവനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ആ ഉപദേശം അവർക്ക് സ്വീകാര്യമായിട്ട് തോന്നി. അത് വലിയ ശാസ്ത്രജ്ഞന്മാരുടെ, വലിയ ഫിലോസഫേഴ്സിൻ്റെ ഒക്കെ നാടാണ്. അവിടെ സ്റ്റോയിക്ക്, പ്ലേറ്റോണിക്, എപ്പിക്യൂരിയൻ ഫിലോസഫേഴ്സൊക്കെ താമസിക്കുന്നുണ്ട്. പണ്ഡിതന്മാരുടെ ആളുകളാണ് അവിടെ താമസിക്കുന്നത്. എലൈറ്റായിട്ടുള്ള ഒരു ഗ്രൂപ്പ് അവിടെയുള്ളത്. സാധാരണ മീൻപിടുത്തക്കാരോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളോ കർഷകരോ അല്ല, മറിച്ച് സമൂഹത്തിൽ വിദ്യാഭ്യാസമുള്ള, ഉന്നത നിലവാരം പുലർത്തുന്ന ആളുകളൊക്കെ താമസിക്കുന്ന അവരുടെ ഇടയിലാണ് പൗലോസ്ലീഹ സുവിശേഷം അറിയിക്കുന്നത്. അങ്ങനെ സുവിശേഷം അറിയിക്കുമ്പോഴാണ് അനേകർ വിശ്വസിക്കുന്നു. അതിൽ പ്രധാനിയായിട്ട് പറയുന്നതാണ്, വിശ്വസിച്ചു അവരിൽ അരയോപഗ സ്ഥാനിയായ ദിവന്നാസ്യോസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ദിവന്നാസ്യോസിനെ കുറിച്ച് കേൾക്കുന്ന അവിടെയാണ് ഒരു പരാമർശനം ഉണ്ടാകുന്നത്. അരോപിക സ്ഥാനിയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അരോപഗേറ്റ്. അദ്ദേഹം അവിടുത്തെ ഒരു കൗൺസിലിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിന് ചുമതല ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ സന്നദ്രീ സംഘം എന്നൊക്കെ പറയുന്നത് പോലെ ആഥൻസിൽ ഉണ്ടായിരുന്ന
ഒരു വലിയ സമൂഹത്തിൻ്റെ ഭരണസമിതിയുടെ അംഗമായിരുന്നു ഈ ദിവന്നാസ്യോസ് എന്ന് പറയുന്ന ആള്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മാനസാന്തരപ്പെട്ടു. പിന്നെയുള്ള ചരിത്രകാരന്മാർ പറയുന്നത് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കൊരിന്തിലെ ഒരു ബിഷപ്പുണ്ട്, ദിവന്നാസ്യോസ് എന്നുള്ള പേരുകാരൻ. അദ്ദേഹം പറയുന്നത് ഈ ദിവന്നാസ്യോസ് അഥേനയിലെ ആദ്യത്തെ ബിഷപ്പായിരുന്നു, 1-ാമത്തെ ബിഷപ്പായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദിവന്നാസ്യോസിനെ കുറിച്ച് പറയുന്ന ആദ്യ പരാമർശനം അവിടെ ആദ്യത്തെ ബിഷപ്പായിട്ട്. 2-ാം നൂറ്റാണ്ടിൽ കൊരിന്തിൽ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരും ദിവന്നാസ്യോസ് എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലുള്ള ദിവന്നാസ്യോസ്മാരുണ്ടാവുന്നുണ്ട്. ഈ 5-ാം നൂറ്റാണ്ടിൽ ദിവന്നാസ്യോസ് അരോപഗേറ്റ് എന്ന് പറഞ്ഞ് ആരാണെന്ന് നിശ്ചയമില്ല, കുറെ പുസ്തകങ്ങൾ, ലേഖനങ്ങൾ ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മിസ്റ്റിക് തിയോളജി പാശ്ചാത്യ നാടുകളിലേക്ക് പ്രവേശിക്കുന്നത്, അതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നത് ദിവന്നാസ്യോസ് അരിയോപഗേറ്റ് എന്ന് പറയുന്ന ആളിൻ്റെ പേരിലുള്ളതായ പുസ്തകങ്ങളാണ്. ആ ആള് ഈ പറയുന്ന അരോപഗേറ്റ് അല്ല, മറിച്ച് 4-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ ജീവിച്ചിരുന്ന അജ്ഞാതനായ ഒരു പിതാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ നിന്നാണ്, അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിന്നാണ്, അദ്ദേഹം എഴുതിയിട്ടുള്ളതായ കഥകളിൽ നിന്നാണ്, അദ്ദേഹം എഴുതിയിട്ടുള്ളതായ മിസ്റ്റിക് ലിറ്ററേച്ചറിൽ നിന്നാണ് ഡൈനേഷ്യസ് അരോപഗേറ്റിനെ കുറിച്ച് കേൾക്കുന്നത്. സ്യൂഡോ ഡൈനേഷ്യസ് എന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. ആ ഡൈനേഷ്യസ് വളരെ പ്രസിദ്ധനായി തീരുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല ആരാണ്, എവിടെയാണ്, എപ്പോഴാണ് ജനിച്ചതെന്നോ എവിടെയാണ് പ്രവർത്തിച്ചതെന്നോ ഉദ്യോഗം എന്തായിരുന്നെന്നോ ഒന്നും അറിയത്തില്ല. അതേ സമയത്ത് കൽക്കദോന സുന്നോദോസ് കഴിഞ്ഞിട്ട് അന്ത്യോക്യയിലെ സെവേറിയോസ് എന്ന് പറയുന്ന പിതാവ്, സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മെൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ച സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മാർ സെവേറിയോസ് എന്ന് പറഞ്ഞ് നാം അനുസ്മരിക്കുന്ന സെവേറിയോസ് എന്ന് പറയുന്ന പിതാവ് ഈ അരോപഗേറ്റിനെ ദിവന്നാസ്യോസിൻ്റെ ലേഖനങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ക്രിസ്തു ശാസ്ത്രം സംബന്ധിച്ചും വേദശാസ്ത്രം സംബന്ധിച്ചും അനേക ഉദ്ധരണികൾ സെവേറിയോസ് ദിവന്നാസ്യോസിൽ നിന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പ്രസിദ്ധനാവുന്നു. അത് കഴിഞ്ഞ് പിൽക്കാലത്ത് വന്ന ദിവന്നാസ്യോസിൻ്റെ ലേഖനങ്ങൾ, സുറിയാനിയിൽ എഴുതിയ പുസ്തകങ്ങളൊക്കെ ലത്തീൻ ഭാഷയിലേക്കും ഗ്രീക്ക് ഭാഷയിലേക്കും പരിഭാഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണത് ലോകം മുഴുവനും പ്രചരിക്കുന്നത്. ആ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു പിതാവാണ് ദിവന്നാസ്യോസ് അരോപഗേറ്റ് എന്ന് പറയുന്ന ആള്. അത് കഴിഞ്ഞ് ദിവന്നാസ്യോസ് ബർസലീബി എന്ന് പറയുന്ന സുറിയാനി പിതാവ് ഈ അരോപഗേറ്റിൻ്റെ ലേഖനങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. മൂശ ബർക്കീപ്പ എന്ന് പറയുന്ന സുറിയാനി പിതാവ്, അദ്ദേഹവും ഈ അരോപഗേറ്റിൻ്റെ ലേഖനങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ പ്രശസ്തനായി തീർന്ന ഒരാളും ദിവന്നാസ്യോസ് എന്ന പേരോടുകൂടിയുണ്ട്. പക്ഷെ ആരാണെന്ന്, എവിടെയാണെന്ന്, എപ്പോഴാണെന്ന് ഒന്നും നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം പ്രശസ്തനാണ്, പ്രസിദ്ധനാണ്, സഭയുടെ വേദശാസ്ത്രത്തിന് സംഭാവനകൾ ചെയ്തിട്ടുള്ളയാളാണ്. അത് കഴിഞ്ഞ് തുബദേനിൽ നാം ഓർക്കുന്ന ഒരു പിതാവുണ്ട്, ഇഗ്നാത്യോസും ക്ലിമ്മീസും ദിവന്നാസ്യോസും. 5-ാം തുബദേനിൽ നാം ഓർക്കുന്നില്ലേ ആ പിതാവിനെ കുറിച്ച്? ഇഗ്നാത്യോസ് എന്ന് പറയുന്ന അന്ത്യോക്യയിലെ സഭാപിതാവാണ്. 1-ാമത്തെ പാത്രിയർക്കീസ് എന്ന് പറയും. അദ്ദേഹത്തിൽ നിന്നാണ് അന്ത്യോക്യ പാത്രിയർക്കീസന്മാർക്ക് ഇഗ്നാത്യോസ് എന്നുള്ള പേരുണ്ടാകുന്നു. അത് കഴിഞ്ഞ് ക്ലിമ്മീസ് റോമിലെ ബിഷപ്പായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരുന്ന അപ്പോസ്തോലിക പിതാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ക്ലെമന്റ് ഓഫ് റോം. അദ്ദേഹം ക്ലിമ്മീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇഗ്നാത്യോസും ക്ലിമ്മീസും. അത് കഴിഞ്ഞ് ദിവന്നാസ്യോസ് എന്ന് പറയുന്ന ആള് 250-നോടടുത്ത് 250-260 ഇടയ്ക്ക് അലക്സാന്ദ്രിയയിലെ കാറ്റക്കറ്റിക്കൽ സ്കൂളിൻ്റെ അധിപനായിട്ടും അലക്സാന്ദ്രിയയിലെ മെത്രാപ്പോലീത്തയായിട്ടും അല്ലെങ്കിൽ പാത്രിയർക്കീസായിട്ടും അലക്സാന്ദ്രിയയിലെ ബിഷപ്പായിട്ടും ഒക്കെ ഉണ്ടായിരുന്നയാളാണ്. പണ്ഡിതനായ പിതാവായിരുന്നു. ഒറിഗൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഒറിഗൻ്റെ വിദ്യാർത്ഥിയായിരുന്നു, ഒറിഗൻ്റെ പിൻഗാമിയായിരുന്നു. ആ രീതിയിൽ തന്നെ ദിവന്നാസ്യോസ് അലക്സാണ്ട്രിയൻ പ്ലേറ്റോണിസ്റ്റ് എന്നൊക്കെ വേദശാസ്ത്രജ്ഞന്മാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം വേദശാസ്ത്രത്തെ പ്ലേറ്റോണിക് ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച് നല്ല വ്യാഖ്യാനങ്ങൾ കൊടുത്ത പിതാവ് ദിവന്നാസ്യോസ് എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തെയാണ് നമ്മൾ തുബദേനിൽ ഓർക്കുന്നത്. ദിവന്നാസ്യോസ് ദ ഗ്രേറ്റ്, വലിയവനായ ദിവന്നാസ്യോസ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് വേദശാസ്ത്ര ചരിത്രത്തിൽ പറയുന്നത്. അതാണ് ദിവന്നാസ്യോസ് എന്ന് പറയുന്ന ഒരു പിതാവ് വേറൊരാളായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സുറിയാനി സഭയുടെ വലിയ ഭാഗ്യവാനായ പിതാവാണ് ദിവന്നാസ്യോസ് ബർസലീബി എന്ന് പറയുന്ന പിതാവ്. അദ്ദേഹത്തിൻ്റെ പേരിൽ കുർബാന തക്സയുണ്ട്, നമുക്കറിയാം. നമ്മളൊക്കെ മിക്കവാറും ചൊല്ലാറുള്ളതായ ഒരു കുർബാന തക്സയാണ് ആമീദിലെ ബിഷപ്പായിരുന്ന ദിവന്നാസ്യോസ് ബർസലീബിയുടെ കുർബാന എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുർബാന
മാത്രമല്ല അദ്ദേഹം എഴുതിയിട്ടുള്ള അനേക പദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ രചിച്ചിട്ടുണ്ട്, വേദപുസ്തക വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്, വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, വേദപുസ്തകത്തെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. വിശുദ്ധ കുർബാനയെക്കുറിച്ചും കൂദാശകളെക്കുറിച്ചും വളരെ വ്യക്തമായ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുള്ളയാളാണ് ദിവന്നാസ്യോസ് ബർസലീബി എന്ന് പറയുന്ന പിതാവ്. ആ പിതാവിൻ്റെ വ്യാഖ്യാനങ്ങൾ പ്രശസ്തങ്ങളാണ്. വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാനത്തെക്കുറിച്ച്, അതിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അതുവരെയുള്ള പിതാക്കന്മാരുടെ രചനകളിൽ നിന്ന് എടുത്ത് സാംശീകരിച്ചിട്ട് അത് വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുത്തിട്ടുള്ളയാളാണ് ദിവന്നാസ്യോസ് ബർസലീബി എന്ന് പറയുന്ന പിതാവ്. അദ്ദേഹമാണ് നമുക്കറിയാവുന്ന പോലെ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയുടെ പ്രാർത്ഥന എഴുതിയിട്ടുള്ള ആ ഗീതവും പാട്ടും പദ്യവും ഒക്കെ ആയിട്ട് അൻപുടയോനെ എന്നുള്ള പോയിട്ട് ചൊല്ലുന്ന അവസരത്തിൽ പുരോഹിതന്മാർ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ നടത്തുന്ന അവസരത്തിൽ അതിനെക്കുറിച്ച് എഴുതുന്ന വേദശാസ്ത്രപരമായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചും രക്ഷാചരിത്രത്തെക്കുറിച്ചും ഒക്കെ പറയുന്നതായ വളരെ അർത്ഥവത്തായ വേദശാസ്ത്ര സമ്പുഷ്ടമായ ഒരു പ്രാർത്ഥനയാണ് ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിൽ നടത്തുന്നതായ പ്രാർത്ഥന. ആ പ്രാർത്ഥന എഴുതിയത് ദിവന്നാസ്യോസ് ബർസലീബി എന്ന് പറയുന്നതായ പിതാവാണ്. 12-ാം നൂറ്റാണ്ടിൽ 1175 അദ്ദേഹം നിര്യാതനായി. ആ ദിവന്നാസ്യോസ് ബർസലീബി എന്ന് പറയുന്ന പിതാവ്. അദ്ദേഹത്തിൻ്റെ പദ്യങ്ങളും രചനകളും ഒക്കെ വളരെ പ്രസിദ്ധമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സമയത്ത് മലങ്കരയിലെ ദിവന്നാസ്യോസ് എന്നുള്ള പേര് വരുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്, മലങ്കര സഭയുടെ ചരിത്രത്തിലേക്ക് ദിവന്നാസ്യോസ് കടന്നു വരുന്നതിന് മുമ്പ് സുറിയാനി സഭയിലും അലക്സാണ്ട്രിയൻ സഭയിലും കിഴക്കൻ ഓർത്തഡോക്സ് സഭകളിലൊക്കെ ഒരു 30ഓളം ബിഷപ്പന്മാർ ദിവന്നാസ്യോസ് എന്ന പേരുകാരായിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാർക്ക് ദിവന്നാസ്യോസ് എന്നുള്ള പേര് ലഭിക്കുന്നത് അലക്സാന്ദ്രിയയിലെ ഞാൻ മുമ്പേ പറഞ്ഞ 5-ാം തുബദേനിൽ ഓർക്കുന്ന ദിവന്നാസ്യോസ് ദ ഗ്രേറ്റ് എന്ന് പറയുന്നതായ പിതാവിൽ നിന്നാണ്. ദിവന്നാസ്യോസ് 250-നും 260-നും ഇടയ്ക്ക് അലക്സാന്ദ്രിയയിൽ ജീവിച്ചിരുന്നതായ പിതാവ്. അദ്ദേഹത്തിൽ നിന്നാണ് നമ്മുടെ പിതാക്കന്മാർക്ക്, നമ്മുടെ സഭയിലേക്ക് ദിവന്നാസ്യോസ് എന്നുള്ള വിശുദ്ധന്മാരുടെ പേര് കടന്നു വരുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരും കടന്നു വരുന്നത്. ദിവന്നാസ്യോസ് 25-30ഓളം പിതാക്കന്മാർ ആ പേരിൽ അറിയപ്പെടുന്നവരായിട്ടുണ്ട്. ഇനി മലങ്കര സഭയിലേക്ക് എങ്ങനെയാണ് ഈ ദിവന്നാസ്യോസ് എന്നുള്ള പേര് വരുന്നത്, അതിനെക്കുറിച്ചാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഒന്നാമത്, മലങ്കര സഭയുടെ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ കൂനൻകുരിശ് സത്യത്തിന് മുമ്പ് ഇന്നാട്ടുകാരായ ഏതെങ്കിലും മെത്രാച്ചന്മാർ ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയത്തില്ല. നമ്മുടെ ചരിത്രത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. മലങ്കരയിൽ ഏതെങ്കിലും ഒരു ബിഷപ്പ് മലയാളിയായ ഒരാൾ അദ്ദേഹത്തിന് ഏതെങ്കിലും പേര് നൽകി അദ്ദേഹത്തെ മെത്രാനായിട്ട് വാഴിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അത് കഴിയുമ്പോൾ കൂനൻകുരിശ് സത്യം കഴിഞ്ഞിട്ട് 12 വൈദികർ കൂടി മാർത്തോമ ഒന്നാമനെ തോമസ് അർക്കദിയാക്കോനെ മാർത്തോമ ഒന്നാമൻ എന്നുള്ള പേരിൽ മെത്രാപ്പൊലീത്തയായിട്ട് വാഴിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പേരെന്താ? മാർത്തോമ എന്നുള്ള പേരാ. മാർത്തോമ ഒന്നാമൻ്റെ സ്ഥാനത്തെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു. ആ അവസരത്തിലുണ്ടായിരുന്ന പോർട്ടുഗീസുകാരും റോമാക്കാരും ഒക്കെ കത്തോലിക്കരുമൊക്കെ ഈ സ്ഥാനം വ്യാജമാണ്, പുരോഹിതന്മാർ മാത്രം കൊടുത്തിരിക്കുന്ന സ്ഥാനമാണെന്നൊക്കെ പറഞ്ഞ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചു. അങ്ങനെയൊക്കെ ഉന്നയിച്ച അവസരത്തിലാണ് 1665 യെരുശലേമിലെ ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന പിതാവ് ഇവിടെ വരുന്നത്. ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ എന്നൊക്കെ അറിയാം. ഇടുക്കി ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനത്ത് നമ്മൾ പള്ളി പണിതിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ. ഗ്രിഗോറിയോസ് ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന ആ പിതാവ് വടക്കൻ പറവൂർ പള്ളിയിലാണ് അദ്ദേഹം കാലം ചെയ്തിരിക്കുന്നത്, ഖബറടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ വരുന്നു, മാർത്തോമ ഒന്നാമൻ്റെ സ്ഥാനത്തെ സ്ഥിരീകരിക്കുന്നു. എന്നിട്ട് പറയുന്നത് മാർത്തോമ ഒന്നാമനും ഗ്രിഗോറിയോസും ചേർന്ന് മാർത്തോമ രണ്ടാമനെ വാഴിച്ചു. മാർത്തോമ രണ്ടാമൻ കാലം ചെയ്യുന്ന മാർത്തോമ രണ്ടാമൻ്റെ ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ഗ്രിഗോറിയോസ് കാലം ചെയ്തു, മാർത്തോമ ഒന്നാമനും കാലം ചെയ്തു. മാർത്തോമ രണ്ടാമൻ ജീവനോടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് കോതമംഗലത്തെ കബറടക്കിയിരിക്കുന്ന ബസേലിയോസ് എൽദോ ബാവ 1685 മലങ്കരയിലെത്തുന്നത്. ബാവായോടൊപ്പം ഈവാനിയോസ് എന്ന് പറയുന്ന ഒരു മെത്രാപ്പൊലീത്തായും ഉണ്ടായിരുന്നു. ഈവാനിയോസ് ഹിദായത്തുള്ള എന്ന് പറയുന്ന മെത്രാപ്പൊലീത്ത, അദ്ദേഹം മുളന്തുരുത്തി പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്നു. ആ ഈവാനിയോസ് ഹിദായത്തുള്ള നമ്മുടെ ബസേലിയോസ് ബാവ വന്നിട്ട് 10-12 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാലം ചെയ്തു, കോതമംഗലത്ത് കബറടങ്ങി. അത് കഴിഞ്ഞിട്ട് മാർത്തോമ രണ്ടാമനുണ്ട്. ആ മാർത്തോമ രണ്ടാമൻ്റെ അടുക്കിലേക്ക് ഈവാനിയോസ് ഹിദായത്തുള്ള വരുന്നു.
ഹിവാനിയോസ് ഹിദായത്തുള്ള ഇവിടെ ഉള്ളപ്പോൾ മാർത്തോമ രണ്ടാമൻ കാലം ചെയ്തു. അപ്പോൾ മാർത്തോമ മൂന്നാമനെ വാഴിക്കണം. ഈവാനിയോസ് ഹിദായത്തുള്ള മാർത്തോമ മൂന്നാമനെ വാഴിച്ചു. കടമ്പനാട് കബറടങ്ങിയിരിക്കുന്ന പിതാവ്. അദ്ദേഹവും 1.5-2 വർഷത്തിൽ കൂടുതൽ മെത്രാപ്പൊലീത്തായിട്ടിരുന്നില്ല. മാർത്തോമ രണ്ടാമൻ കാലം ചെയ്തപ്പോൾ ഈവാനിയോസ് ഹിദായത്തുള്ള തന്നെ മാർത്തോമ മൂന്നാമനെ വാഴിക്കുന്നു. മാർത്തോമ മൂന്നാമനെ വാഴിച്ചു. മാർത്തോമ നാലാമനെയും ഈവാനിയോസ് ഹിദായത്തുള്ള തന്നെ വാഴിക്കുന്നു. ആ മാർത്തോമ നാലാമൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഈവാനിയോസ് ഹിദായത്തുള്ള കാലം ചെയ്യുന്നു. അപ്പോഴിവിടെ ഒരു മെത്രാപ്പൊലീത്തേ ഉള്ളൂ, മാർത്തോമ നാലാമൻ എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇവിടെ ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു മെത്രാപ്പൊലീത്ത വരുന്നു. അത് പേർഷ്യയിൽ നിന്ന് വന്നയാളാണ്. അദ്ദേഹം നെസ്തോറിയനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ പിതാക്കന്മാർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ കുറേ അധികം ആളുകൾ അദ്ദേഹത്തോടൊപ്പം കൂടി. ഈ ഗബ്രിയേൽ വന്ന് കൊച്ചിയിൽ കപ്പലിറങ്ങുമ്പോൾ ഇവിടെ നിന്ന് കുറേ ആളുകൾ ഈ മാർത്തോമ നാലാമനുമായിട്ട് ചില കാര്യങ്ങളിൽ സ്വരച്ചേർച്ചയില്ലാത്ത ആളുകളുണ്ടായിരുന്നു. ആ ആളുകൾ ഈ ഗബ്രിയേലിനെ കാണാനായിട്ട് കൊച്ചിയിൽ ചെന്നു. കൊച്ചിയിൽ ചെന്നിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് സന്ദേശം അയക്കുന്നുണ്ട്. എങ്ങനെയാണ് സന്ദേശം അയച്ചതെന്ന് അറിയത്തില്ല. കച്ചവടക്കാരുടെ കൂടെ പറഞ്ഞു വിടുകയോ ഏതാണ്ടൊക്കെ ചെയ്ത് അവർ അദ്ദേഹത്തെ പോയി ഗബ്രിയേലിനെ പോയി കണ്ടു. ഗബ്രിയേലിനെ പോയി കണ്ട് അദ്ദേഹത്തെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പറയുക, ഇയാൾ അപ്പനുമല്ല ചിറ്റപ്പനുമല്ല, പക്ഷെ ഇപ്പോഴത്തെ കാര്യത്തിന് കൊള്ളാം എന്നായിരുന്നു അവർ കൊടുത്ത മറുപടി. ഇപ്പോൾ ഈ മാർത്തോമ നാലാമനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അപ്പനുമല്ല ചിറ്റപ്പനുമല്ല, പക്ഷേ ഇപ്പോഴത്തെ കാര്യത്തിന് അദ്ദേഹത്തെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ വന്നു. 25ഓളം ഇടവകൾ ഇവിടെ കൂടി. കോട്ടയം ചെറിയ പള്ളിയിൽ അദ്ദേഹം ആസ്ഥാനമായിട്ട് സ്ഥാപിച്ചു. അവിടെ അദ്ദേഹം കാലം ചെയ്ത് അവിടെ അദ്ദേഹത്തെ കബറടക്കി. അപ്പം ഈ ഗബ്രിയേൽ ഇവിടെ വരുന്ന അവസരത്തിൽ മാർത്തോമ നാലാമൻ 2 തവണ അന്ത്യോക്യ പാത്രികീസിന് ഇവിടെ ഉണ്ടായിരുന്ന വ്യാപാരിമാർ മുഖേന എഴുത്തുകൾ അയക്കുന്നുണ്ട്. അവർ ആവശ്യപ്പെടുന്ന 2 കത്തുകൾ അയച്ചു. 1709-ലും 1702-ലും. അന്ന് മാർത്തോമ നാലാമൻ ആവശ്യപ്പെടുന്നത്, പരിശുദ്ധ പാത്രിക്കേസ് ബാവായോട് പറഞ്ഞത്, ഇവിടെ നെസ്തോറിയർ വന്ന് ഉപദേശിക്കുന്നു, റോമൻ കത്തോലിക്കർ ഉപദേശിക്കുന്നു. ഈ ഉപദേശങ്ങളിൽ നിന്ന് മലങ്കര സഭയെ രക്ഷിക്കുവാൻ വേണ്ടി, സത്യവിശ്വാസം എന്താണെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി യോഗ്യരായ ആളുകളെ, മേൽപ്പട്ടക്കാരെ അയച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് മാർത്തോമ നാലാമൻ 1709-ലും 1720-ലും കത്തുകൾ അയച്ചു. പക്ഷേ അതിന് 10-18 വർഷമായിട്ട് ഒരു മറുപടിയും കിട്ടിയില്ല. 1728 മാർത്തോമ നാലാമൻ കാലം ചെയ്യുന്ന സമയമായപ്പോൾ അദ്ദേഹം മാർത്തോമ അഞ്ചാമനെ വാഴിച്ചു. ആ വാഴ്ചയെക്കുറിച്ചും കുറെ തർക്കങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ 1728 മാർത്തോമ നാലാമൻ കാലം ചെയ്തു. മാർത്തോമ അഞ്ചാമൻ ഭരണമേറ്റു. മാർത്തോമ അഞ്ചാമൻ ഭരണമേറ്റപ്പോൾ സഭയ്ക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, ഇത് ശരിയായ രീതിയിലുള്ള പട്ടമല്ല. അതേപോലെ തന്നെ ഒരു മെത്രാച്ചൻ മാത്രമായിട്ട് പട്ടം കൊടുത്തിരിക്കുന്നു. പാത്രിയർക്കീസിന്റെ അനുവാദമില്ലാതെ ചെയ്തിരിക്കുന്ന. കാരണം അതിനു മുമ്പ് മാർത്തോമ ഒന്നാമനും രണ്ടാമനും മൂന്നാമനും നാലാമനും ഒക്കെ അവിടെ നിന്ന് ശീമയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുടെ കൈവപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഈ അഞ്ചാമൻ അത് ലഭിക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് തർക്കമുണ്ടായി. അപ്പോൾ അദ്ദേഹം പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച്. 1728 മുതൽ അദ്ദേഹം ഭരണാധികാരിയായി നിൽക്കുക. ആ അവസരത്തിലാണ് അദ്ദേഹവും പാത്രികീസ് ബാവായ്ക്ക് കത്തുകൾ എഴുതുന്നുണ്ട്. ഇവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജ്ഞാനമുള്ള, പാണ്ഡിത്യമുള്ള ഒരു മേൽപ്പട്ടക്കാരനെ അയച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പാത്രികീസ് ബാവ അതിനോട് റെസ്പോണ്ട് ചെയ്തു. ഗീവർഗീസ് രണ്ടാമൻ എന്ന് പറയുന്ന പാത്രികീസ് ബാവയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൽപ്പനയനുസരിച്ച് സക്കറള്ള ബാവായും അദ്ദേഹത്തോടൊപ്പം ഗ്രിഗോറിയോസ് എന്ന പേരുള്ള ഒരു മെത്രാപ്പൊലീത്തായും ഒരു റംബാച്ചനും കുറെ വൈദികരും, ഇസഡംബാറായിട്ട് എഴുതിയിരിക്കുന്നത് കോറൂയ മുതൽ സ്ഥാനം മേലോട്ടുള്ള കുറെ ശമ്മാശന്മാരും എല്ലാവരും കൂടി ഇവിടെ വന്നു. അവർ വന്നപ്പോൾ പാത്രികീസ് ബാവായുടെ ഒരു കൽപ്പനയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത്, ഈ മാർത്തോമ അഞ്ചാമനെ ദീവന്നാസ്യോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തയായിട്ട് വാഴിക്കണം. അങ്ങനെ വാഴിക്കുവാൻ ആവശ്യമായ വടി, മുടി, സ്ലീവ തുടങ്ങിയ സാമഗ്രികളും അതോടൊപ്പം തന്നെ മൂറോനും സൈത്തും എല്ലാം കൂടെ കൊടുത്താണ് ഈ സക്കറുള്ള ബാവായെ വിടുന്നത്.
സക്രള്ള ബാബ ഇവിടെ വന്ന് കൊച്ചിയിൽ ഇറങ്ങി കപ്പൽ കൂലി കൊടുക്കുന്നതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായി, തർക്കങ്ങളൊക്കെ ഉണ്ടായി. എനിക്കൊന്നും വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല. അപ്പോൾ അതെല്ലാം കൂടെ കഴിയുന്ന ഉടനെയാണ് സക്രള്ള ബാബ ഇവിടെ വന്നു. സക്രള്ള ബാബ ഇവിടെ വന്ന് മാർത്തോമ അഞ്ചാമനോട് പറയുന്നു, രണ്ടാമത് സ്ഥാനമേൽക്കണം, ദീവന്നാസ്യോസ് എന്ന പേരിൽ സ്ഥാനമേൽക്കണം, അതിനുള്ളതായ സാധനങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കണം, ഒരുക്കണം. അത് പാത്രികേസിന്റെ കൽപ്പനയാണ്. സ്ഥാത്തിക്കോനും കൊണ്ടുവന്നിട്ടുണ്ട് ദീവന്നാസ്യോസ് എന്നുള്ള പേര് സ്വീകരിക്കാൻ. ഇവിടെ ഈ ദീവന്നാസ്യോസ് എന്നുള്ള പേര് എന്തുകൊണ്ടാണ് പാത്രികേസ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഗീവർഗീസ് ദിദിയൻ ബാവാതിരുമേനിയാണ് പറയുന്നത്. ഗീവർഗീസ് ദിദിയൻ പാത്രികേസ് അദ്ദേഹമാണ് പറയുന്നത്, അന്ത്യോക്യൻ സുറിയാനി സഭയിലെ ചില പിതാക്കന്മാർ വ്യത്യസ്തമായ രീതിയിൽ വേദപുസ്തക വ്യാഖ്യാനം നടത്തുകയും കാനൂനുകൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ വ്യാഖ്യാനിക്കുന്ന റോം, അന്ത്യോക്യ, അലക്സാന്ദ്രിയ തുടങ്ങിയ പാത്രികേസന്മാരുടെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. നിഖ്യാ സുന്നോദോസിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് റോമിന്, അലക്സാന്ദ്രിയയ്ക്കും അന്ത്യോക്യയ്ക്കും പാത്രികാസ്ഥാനം ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് കുസ്തന്തീനോപോലീസിലെ സുന്നോദോസിൽ വെച്ചാണ് റോമിനും കുസ്തന്തീനോപോലീസിനും അലക്സാന്ദ്രിയയ്ക്കും അന്ത്യോക്യയുടെയും പാത്രികാസ്ഥാനത്തെ സ്ഥിരീകരിക്കുന്നത്. അത് കഴിഞ്ഞ് കൽക്കദോന സുന്നോദോസിൽ വെച്ചാണ് യെറുശലേമിന് പാത്രികാസ്ഥാനം ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രോട്ടോക്കോളുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ ഹൂദായ കാനൂനിൽ പറയുന്നത്, ഹൂദായ കാനൂൻ 7-ാം അധ്യായത്തിൽ 1-ാം പാരഗ്രാഫിൽ ആചാരിത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: ലോകത്തിലെ 4 ദിക്കുകളുടെ സംഖ്യ അനുസരിച്ച് പാത്രികീസന്മാർ 4 പേരുണ്ടായിരിക്കണം. എല്ലാവരുടെയും പ്രധാന തലവൻ റോമായിലെ പാത്രികീസും അദ്ദേഹത്തിൻ്റെ കൂടെ അലക്സാന്ദ്രിയയിലെ പാത്രികീസും അദ്ദേഹത്തിൻ്റെ കൂടെ എഫേസൂസിൽ നിന്ന് പാത്രികാസ്ഥാനം അങ്ങോട്ട് മാറ്റപ്പെടുകയും പുതിയ റോമ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള കുസ്തന്തീനോപോലീസിലെ പാത്രികീസും അദ്ദേഹത്തിൻ്റെ കൂടെ പൗരസ്ത്യദേശം മുഴുവനിലും അധികാരമുള്ള അന്ത്യോക്യയിലെ പാത്രികീസുമായിരിക്കണം. പീലിപ്പോസ് കൈസറിയയിലെ മെത്രാപ്പൊലീത്തയുടെ അധികാരത്തിന് വിധേയമായി എപ്പിസ്കോപ്പാ സ്ഥാനമുണ്ടായിരുന്ന ഊറുശലേമിന് ഇനി മേലാൽ 5-ാമത്തെ പാത്രികീസ് എന്ന ബഹുമതി ഉണ്ടായിരിക്കേണ്ടതും അവിടുത്തെ മേലധികാരം കൈസറിയയിലെ മെത്രാപ്പൊലീത്തായ്ക്ക് തന്നെ ഇരിക്കേണ്ടതുമാകുന്നു. പൗരസ്ത്യദേശത്തെ വലിയ മെത്രാപ്പൊലീത്തായ്ക്ക് ഇനിമേൽ പാത്രികീസിനെ പോലെ പൗരസ്ത്യദേശത്ത് മെത്രാപ്പൊലീത്തന്മാരെ വാഴിക്കുന്നതിനുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം കാതോലിക്ക എന്ന് പ്രസ്താവിക്കപ്പെടുകയും ചെയ്യണം. പാശ്ചാത്യരുടെ സുന്നോദോസിൽ അദ്ദേഹം സന്നിഹിതനാകുമ്പോൾ എല്ലാ മെത്രാപ്പൊലീത്തന്മാരുടെയും മേലായി ഊറുശലേം പാത്രികീസിന്റെ കൂടെ അദ്ദേഹത്തിന് ഇരിപ്പിടമുണ്ടായിരിക്കണം. ഇതായിരുന്നു ഹൂദായ കാനൂനിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. റോം, അലക്സാന്ദ്രിയ, അന്ത്യോക്യ എന്നിങ്ങനെ. അത് കഴിഞ്ഞ് 4-ാമത്തെ സ്ഥാനം ഈ അന്ത്യോക്യയ്ക്കുള്ളത് ലോക കിഴക്കൊക്കെയുടെയെന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ആ ഒരു പ്രോട്ടോകോളിനെ വ്യാഖ്യാനിച്ച് അതിനെ ഒരു നല്ലൊരു സംജ്ഞയിലേക്ക് കൊണ്ടുവരാനാണ് പാത്രികീസ് ശ്രമിക്കുന്നത്. സുറിയാനി ഭാഷയിൽ 4 അക്ഷരങ്ങളുണ്ട്. ആദ്യത്തെ 4 അക്ഷരങ്ങൾ ഓലഫ്, ബെയ്സ്, ഗോമൽ, ദോലത്ത്. ഈ ഓലഫ്, ബെയ്സ്, ഗോമൽ, ദോലത്ത് ഈ 4 അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് അവർ ഈ കാനൂനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഇതിന്റെ പ്രോട്ടോകോളിനെ നിർവചിക്കാനായിട്ട് തുടങ്ങി. ഓലഫ് അന്ത്യോക്യ പാത്രികീസാണ് അവിടെ 1-ാമത് വരുന്നത്. ഓലഫ്. ബേസ് ബസേലിയോസ് കാതോലിക്കോസ്. ഗോമൽ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത. എവിടുത്തെയാ? യെറുശലേമിലെ ഗ്രിഗോറിയോസ്. അത് കഴിഞ്ഞ് ദോലത്ത് ദീവന്നാസ്യോസ്. അപ്പൊ ഈ പ്രോട്ടോകോളിൽ വളരെ വിദഗ്ധമായിട്ട് പാത്രികീസ് മേൽസ്ഥാനിയായിട്ട് മാർത്തോമ എന്ന പേരോടുകൂടിയിരിക്കുന്ന മലങ്കര മെത്രാപ്പൊലീത്തായെ മലങ്കരയിലെ പൗരോഹിത്യ സിംഹാസനത്തിലുള്ളതായ മെത്രാനെന്ന് നമ്മൾ പറയുന്നതായ മാർത്തോമ 1-ാമൻ്റെയും 5-ാമൻ്റെയും ഒക്കെ പിൻഗാമികളായിരിക്കുന്ന 5-ാമൻ വരെയുള്ളതായ ആ മെത്രാപ്പൊലീത്തന്മാരുടെ സ്ഥാനത്തെ അങ്ങ് മാറ്റിയിട്ട് വളരെ വിദഗ്ധമായിട്ട് ഓലഫ്, ബേസ്, ഗോമൽ, ദോലതെന്ന് പറഞ്ഞുകൊണ്ട് ദീവന്നാസ്യോസിനെ ഇതിൻ്റെ താഴെ കൊണ്ടുവന്ന് കെട്ടാനായിട്ടാണ് പാത്രികീസ് വെച്ചിരുന്നത്. ബന്ധപ്പെട്ട കാലം മുതൽ ഇങ്ങനെ ഈ നാമം ദീവന്നാസ്യോസ് പാത്രികീസ് ഇവിടെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നു. ദീവന്നാസ്യോസ് എന്ന നാമദാനം മാർത്തോമ 5-ാമൻ സ്വീകരിക്കുന്നില്ല. അതേസമയത്ത് മാർത്തോമ 6-ാമൻ്റെ കാലമാകുമ്പോൾ മാർത്തോമ 6-ാമൻ വളരെ ശ്രേഷ്ഠന്. ദീവന്നാസ്യോസ് മാർത്തോമ 5-ാമൻ തന്നെ 6-ാമനെ വാഴിച്ചു. ഈ സക്കറുള്ള ബാബായി ഒക്കെ ഇവിടെ ഉള്ള സമയത്ത് തന്നെ അദ്ദേഹത്തെ 1765-61 ഈ മാർത്തോമ 6-ാമനെ വാഴിച്ചു. അപ്പോൾ അവിടെ കൊടുക്കുന്നത് മാർത്തോമ 5-ാമൻ ഇത് മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. പക്ഷേ അന്നുണ്ടായിരുന്നതായ പ്രത്യേക സാഹചര്യത്തിൽ
വളരെ പ്രശ്നകലുഷിതമായൊരു കാലഘട്ടത്തിൽ റോമൻ കത്തോലിക്ക ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നു. മലങ്കര സഭയ്ക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ 1770 നിരണം പള്ളിയിൽ വെച്ച് സക്രള ബാവായോടൊപ്പം വന്ന ഗ്രിഗോറിയോസും ഈവാനിയോസും ചേർന്ന് മാർത്തോമ ആറാമനെ ദിവന്നാസ്യോസ് എന്ന പേരിൽ, ദിവന്നാസ്യോസ് ഒന്നാമൻ എന്ന പേരിൽ പുതുതായിട്ട് സ്ഥാനം സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തെ മെത്രാപ്പൊലീത്തയായി മാർത്തോമ അഞ്ചാമന് നൽകാൻ ഗീവർഗീസ് രണ്ടാമൻ പാത്രികീസ് കൊടുത്തുവിട്ടിരുന്ന വടി, മുടി, സ്ലീവ, സൈത്ത്, മൂറോൻ തുടങ്ങിയവ അദ്ദേഹത്തിന് നൽകി. അന്ത്യോക്യൻ പിതാക്കന്മാരുമായി പുറമെ നല്ല ബന്ധം പുലർത്തിയിരുന്നു എങ്കിലും ഉള്ളിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ മാർത്തോമ ഏഴാമനെ വാഴിക്കുമ്പോൾ മാർത്തോമ ആറാമനാണ് വാഴിക്കുന്നത്. അന്ന് ദിവന്നാസ്യോസ് എന്നുള്ള പേരല്ല കൊടുക്കുന്നത്, മറിച്ച് മാർത്തോമ ഏഴാമൻ എന്നുള്ള പേര് കൊടുക്കുന്നു. ഏഴാമൻ എട്ടാമനെ വാഴിക്കുമ്പോഴും മാർത്തോമ എട്ടാമൻ എന്നുള്ള പേര് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ദിവന്നാസ്യോസ് എന്നുള്ള പേര് സ്ഥിരീകരിക്കുന്നത് പുലിക്കോട്ടിൽ ജോസഫ് ദിവന്നാസ്യോസ, പഴയ സെമിനാരി സ്ഥാപകൻ, ഇട്ടൂപ്പറമ്പാൻ. അദ്ദേഹം സെമിനാരി സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ വട്ടിപ്പണത്തിൻ്റെ പലിശ വാങ്ങുന്നു. ശമാശമാർക്കൊക്കെ അറിയാം അതെന്തായിരുന്നു എന്നുള്ളത്. ആ വട്ടിപ്പണത്തിൻ്റെ പലിശ കാണുമ്പോൾ ഒരു മെത്രാപ്പൊലീത്തായ്ക്ക് മാത്രമേ വട്ടിപ്പണത്തിൻ്റെ പലിശ വാങ്ങാൻ ഒക്കെയുള്ളൂ എന്ന് പറയുമ്പോൾ കേണൽ മൺട്രോയുടെ ഉപദേശം അനുസരിച്ച് ഇട്ടൂപ്പറമ്പാനെ മെത്രാപ്പൊലീത്തയായിട്ട് വാഴിക്കുന്നു. അന്നേരം അദ്ദേഹം സ്വീകരിച്ച പേര് ദിവന്നാസ്യോസ് എന്നുള്ള പേര് തന്നെ. എന്തിനാണെന്നറിയാമോ? ഒന്നാം ദിവന്നാസ്യോസ് ആണ്, മാർത്തോമ ആറാമനാണ് വട്ടിപ്പണം ഇട്ടിരിക്കുന്നത്. ആ പലിശയുടെ അവകാശി ഇദ്ദേഹമാണ്. മാർത്തോമ എട്ടാമനോ ഒമ്പതാമനോ ഒന്നുമല്ല. യഥാർത്ഥ അവകാശി ഈ ദിവന്നാസ്യോസ് എന്ന് കാണിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് പുലിക്കോട്ടിൽ ജോസഫ് ദിവന്നാസ്യോസ് രണ്ടാമൻ എന്നുള്ള പേര് സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞ് പുന്നത്ര ദിവന്നാസ്യോസ് ഉണ്ടാകുന്നു. അദ്ദേഹത്തെയും തോഴിയൂരെ പീലക്സിനോസ് വാഴിക്കുന്നു. അത് കഴിഞ്ഞ് ചേപ്പാട്ട് ദിവന്നാസ്യോസ് ഉണ്ടാകുന്നു. ഈ മെത്രാന്മാർക്കെല്ലാം, പുലിക്കോട്ടിൽ ജോസഫ് ദിവന്നാസ്യോസ് മുതലുള്ള മെത്രാപ്പൊലിത്തന്മാർക്കെല്ലാം രാജകീയ വിളംബരം ലഭിക്കുകയാണ്. മലങ്കര മെത്രാപ്പൊലീത്തയുടെ സ്ഥാനനാമമായിട്ട് ഈ രാജകീയ അധികാര സ്ഥാനങ്ങളൊക്കെ കിട്ടുക. പുലിക്കോട്ടിൽ ദിവന്നാസ്യോസിന് ശേഷം പുന്നത്ര ദിവന്നാസ്യോസ്, ചേപ്പാട്ട് ദിവന്നാസ്യോസ്, പിന്നീട് പുലിക്കോട്ടിൽ രണ്ടാമൻ ദിവന്നാസ്യോസ്, വട്ടശ്ശേരിൽ മാർ ദിവന്നാസ്യോസ് എന്നിവർ മലങ്കര മെത്രാപ്പൊലീത്തന്മാരായി. വട്ടശ്ശേരി തിരുമേനിയുടെ കാലശേഷം കാതോലിക്ക സ്ഥാനവും മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനവും ഒന്നാകുമ്പോൾ മലങ്കര മെത്രാപ്പൊലീത്തയുടെ സ്ഥാനനാമമാകുന്ന ഈ ദിവന്നാസ്യോസ് എന്നുള്ള സ്ഥാനം ഇവിടെ അസ്തമിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ആ സമയത്ത് ഈ മുളന്തുരുത്തി സുന്നോദോസിന്റെ സമയത്ത് പത്രോസ് പാത്രികീസ് ബാവ ഇവിടെ വന്നപ്പോഴും ഒരു വേണ്ടാദിനം ചെയ്തു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുന്നോദോസ് കഴിഞ്ഞിട്ട് മെത്രാച്ചന്മാരെ വാഴിക്കുക. അപ്പം മലങ്കര മെത്രാപ്പൊലീത്തായിട്ടിരിക്കുന്ന ആളാണ് ജോസഫ് ദിവന്നാസ്യോസ് എന്ന് അറിയാം. അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടി കരോട്ട് വീട്ടിൽ ശമോൻ ദിവന്നാസ്യോസ് എന്ന് പറയുന്ന ഒരാളെ കൊച്ചി ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തയായിട്ട് വാഴിച്ചു. അപ്പോൾ അവിടെ പാത്രികീസ് ശ്രമിക്കുന്നത് എന്താ? ഈ ദിവന്നാസ്യോസും ആ ദിവന്നാസ്യോസും എല്ലാം ഒന്ന് തന്നെ, എൻ്റെ കയ്യിൽ നിന്ന് സ്ഥാനം പ്രാപിച്ചിട്ടുള്ള ആളാണ്. ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ചില സൂത്രപ്പണികളൊക്കെ അന്നേരം അദ്ദേഹം കാണിച്ചിട്ടാണ് പോയത്. ഏതായാലും ആ ശിമോൻ ദിവന്നാസ്യോസും കൊച്ചി ഭദ്രാസനത്തിന്റെ ചുമതല പോലും അദ്ദേഹം ഏറ്റെടുത്തില്ല. എന്ത് കാരണമാണെന്നറിയത്തില്ല. ചിലരൊക്കെ പറയുന്നു അദ്ദേഹത്തെ ഭദ്രാസനക്കാർ സ്വീകരിച്ചില്ലെന്നൊക്കെ പറയുന്നു. ഏതായാലും അദ്ദേഹത്തിന് അങ്ങനെയുള്ള ചുമതല ലഭിക്കുന്നില്ല. പിന്നീട് വട്ടശ്ശേരി തിരുമേനി, അതിൻ്റെ കാലശേഷം നമുക്കറിയാം പത്തനാപുരത്തെ തോമമാർ ദിവന്നാസ്യോസ് തിരുമേനി, സക്രിയമാർ ദിവന്നാസ്യോസ് തിരുമേനി, അവരൊക്കെ ഈ പിതാക്കന്മാരുടെ പിൻഗാമികളായിട്ട് വന്നിട്ടുള്ളതാണ്. ആ പാതയിലാണ് നമ്മുടെ ഔഗേന്മാർ ദിവന്നാസ്യോസ് തിരുമേനി വരുന്നത്. തിരുമേനി ഈ സഭയ്ക്ക് അദ്ദേഹം കുറെ കാലം മാത്രമേ മെത്രാപ്പൊലീത്തയായിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിലും ദീർഘകാലം സഭയുടെ നേതൃത്വ സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. ഭാഗ്യവാനായി ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് ശ്രമിക്കുന്ന പരിശുദ്ധന്മാരും പുണ്യവാന്മാരും ഭാഗ്യവാന്മാരും നീതിമാന്മാരും മെൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഈ വന്യപിതാക്കന്മാരുടെ പ്രാർത്ഥന, 1-ാം നൂറ്റാണ്ട് മുതലുള്ള ദിവന്നാസ്യോസ് എന്ന പേരുകാരായ മെത്രാന്മാരുണ്ട്, പിതാക്കന്മാരുണ്ട്. ഈ വന്യപിതാക്കന്മാരുടെ പ്രാർത്ഥന ദൈവത്തെ ധരിച്ചവരായ ഈ വന്യപിതാക്കന്മാരുടെ ഓർമ്മ വാഴ്വിനാകട്ടെ. അവരുടെ പ്രാർത്ഥനയാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ തിരുനാമം ഇന്നുമെന്നും മഹത്വപ്പെടട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം സമർപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.